അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ടൂസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വ സ്വാഗതം. എൻ്റെ പേര് മാധു, ടൂസ് അക്കാഡമിയിലെ മാത്സ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മുടെ HSST മാത്തമാറ്റിക്സിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണിന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം രേഷ്മ മിസ്സിൻ്റെ ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മൾ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ ഒരു സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടൂസ് അക്കാഡമിയെ പറ്റി അറിയാമെന്ന് കരുതുന്നു. ഒരു സെക്കൻഡ്. സെറ്റ്, HSST, KTET, CTET, അതുപോലെ നെറ്റ്, അങ്ങനെ പിന്നെ പലതരത്തിലുള്ള ജനറൽ PSC എക്സാമുകൾക്ക് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ടൂസ് അക്കാഡമി. നിരവധി വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ടൂസ് അക്കാഡമിയിൽ HSSTയുടെ ക്ലാസ്സുകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ലോങ് ടേം ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. HSST മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതുമാത്രമല്ല VHSCയുടെയും HSSTയുടെയും കോച്ചിങ് കഴിഞ്ഞ എക്സാമുകൾക്ക് ടൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിരുന്നു. നല്ലൊരു വിജയമാണ് ടൂസ് അക്കാഡമിക്ക് ഈ HSSTക്കും VHSCക്കും കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും നമ്മുടെ HSST മാത്തമാറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ VHSC മാത്തമാറ്റിക്സിൻ്റെയും വിജയങ്ങളാണ് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിലിപ്പോൾ നിലവിൽ 4 പേര് അപ്പോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിരവധി കുട്ടികൾ റാങ്ക് ലിസ്റ്റിലും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോച്ചിങ് ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടൂസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലൂടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഒക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ആപ്പിൽ ആഡ് ചെയ്യുന്നത്. നമ്മുടെ കറസ്പോണ്ടിങ് നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ വാട്സപ്പിലും ആപ്പിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതാത് വീക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഓരോ പോർഷൻസ് കഴിയുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾസ് കഴിയുന്നതനുസരിച്ചിട്ട് റിവിഷൻ എക്സാംസും മോഡൽ എക്സാംസും പിന്നെ PYQ പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷൻസും എല്ലാം ടൂസ് അക്കാഡമി അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടൂസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സെഷൻസിലേക്ക് കടക്കാം. എല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ടോട്ടൽ മാത്സിന് 70 മാർക്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയുടെ ശരിക്കും ഒരു 2 മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക്, മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 4 വരുന്നത് നമ്മുടെ ഗ്രൂപ്പ് തിയറിയാണ്. പിന്നെ മൊഡ്യൂൾ 5 വരുമ്പോൾ അത് റിംഗ് തിയറി ആയിരിക്കും. റിംഗ് തിയറിയിലെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിംഗ് എന്താണ്, അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് റിംഗ്, സീറോ ഡിവൈസസ്, ഇൻ്റഗ്രൽ ഡൊമൈൻ, ഫീൽഡ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതായത് ഈ സെഷൻസിൽ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. മൊഡ്യൂൾ 5 നിന്ന് നമ്മൾ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ഈ മൊഡ്യൂൾ 5 നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. മൊഡ്യൂൾ 5 വരുന്ന ടോപ്പിക്കുകൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 5 വരുന്നത്. അതായത് റിംഗ് എന്താണ്, ഐഡിയൽസ്, അതുപോലെ തന്നെ പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽ, കോഷ്യൻ റിംഗ്സ്, അതുപോലെ യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, യുക്ലിഡിയൻ ഡൊമൈൻ, പോളിനോമിയൽ റിംഗ്സ്, പിന്നെ അതുപോലെ തന്നെ ഇറഡ്യൂസിബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ അടുത്ത് വരുന്ന ഫീൽഡ്, ഫൈനൈറ്റ് ഫീൽഡ്സ്,
ഫീൽഡ് എക്സ്റ്റൻഷൻസ്, ഗാൽവ തിയറി, ഇത്രയും കൺസെപ്റ്റുകളാണ് വരുന്നത് നമ്മുടെ മൊഡ്യൂൾ 5 റിംഗ് തിയറിയിൽ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സബ് ടോപ്പിക്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിങ്ങിൻ്റെ ഡെഫിനീഷൻസ്, പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, യൂണിറ്റ്സ് ആൻഡ് സീറോ ഡിവൈസസ്, ഇൻ്റഗ്രൽ ഡൊമൈൻ, ഐഡിയൽസ്, ഇതൊക്കെ ഇങ്ങനെ കുറേ സബ് ടോപ്പിക്സ് ഉണ്ട്. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഹലോ, ഓക്കെ. അപ്പോൾ റിംഗ് തിയറി അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് റിങ്ങിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ ഗ്രൂപ്പ് തിയറി പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു സെറ്റും വേണം, അതുപോലെ തന്നെ ഒരു ബൈനറി ഓപ്പറേഷനും വേണം അല്ലേ? ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ബൈനറി ഓപ്പറേഷൻ മതി. നമുക്ക് റിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കൊരു റിങ് ഡിഫൈൻ ചെയ്യാനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു സെറ്റ് വേണം, അതുപോലെ തന്നെ 2 ബൈനറി ഓപ്പറേഷൻസ് വേണം. ഗ്രൂപ്പിൽ ഒരു ബൈനറി ഓപ്പറേഷനും റിങ്ങിൽ 2 ബൈനറി ഓപ്പറേഷൻ വേണം. റിങ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ബൈനറി ഓപ്പറേഷൻസ് ആണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അപ്പോൾ ആർ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരു റിങ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് a + b = b + a, അതായത് അണ്ടർ അഡീഷൻ അബീലിയൻ ആയിരിക്കണം. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം അണ്ടർ അഡീഷൻ. ഇനി a + b + c = a + b + c, അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ ഹോൾഡ് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് there is an element 0 belong to R such that a + 0 = a, that is equal to 0 + a for all a belong to R. അതായത് എന്താണ് ഈ സംബോധന നമ്മൾ പറയുന്നത്? എന്താണ് ഗ്രൂപ്പൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ എലമെന്റിനെ നമ്മൾ ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. അതായത് 0 ആയിരിക്കണം. 0 എന്ന് പറയുന്ന ഒരു അഡിറ്റീവ് ഐഡന്റിറ്റി ഇതിൽ ബിലോങ് ചെയ്തിരിക്കണം, ആറിൽ ബിലോങ് ചെയ്തിരിക്കണം. അടുത്ത പറയുന്നത് for every a belong to R there is an element -a belong to R such that a plus -a is equal to 0, that is equal to -a plus a. ഓക്കെ, അതായത് ഓരോ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും -a എന്ന് പറയുന്ന എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? അതായത് നമ്മുടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് അടുത്ത കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. അതാണ് a × b × c = ab × c എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റും റൈറ്റും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ആണ്. അതായത് a × b + c = ab + ac ആൻഡ് b + c × a = ba + ca. അപ്പോൾ നമുക്ക് ആർ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരു റിംഗ് ആവണമെങ്കിൽ ഇത്രയും സംഭവങ്ങൾ എന്താണ്? ഇത്രയും സംഭവത്തിൽ നിന്ന് നമുക്ക് പറയാം ആർ അണ്ടർ അഡീഷൻ എന്തായിരിക്കണം? അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, ആർ അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അതുപോലെ ബാക്കി എന്താ? മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആർ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരു റിംഗ് ആണെന്ന് പറയും. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ സെഡ് അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, ക്യൂ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഏതാ നമുക്ക് പറയാൻ പറ്റുക? ആർ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഇഷ്ടംപോലെ. ഇത് മാത്രമല്ല, പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ് ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ പഠിച്ചൊരു ഗ്രൂപ്പാണ് നമ്മുടെ സെഡ് എൻ എന്ന് പറയുന്നത് അല്ലേ? സെഡ് എൻ അഡീഷൻ മോഡുലോ എൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്നും കൂടി വന്നു കഴിയുമ്പോൾ അതൊരു റിംഗ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞത് ഇതാണ്. റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. റിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 പ്രോപ്പർട്ടീസ് അബീലിയൻ ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻസ് ആണ്. സോ അതിൽ നിന്ന് നമുക്ക് പറയാം റിംഗ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ചിലപ്പോൾ ചോദിക്കാം, ഒരു ഓപ്ഷനായിട്ട് നമുക്ക് തരാം കേട്ടോ. ആർ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരു റിംഗ് ആണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ എന്ന് ചോദിച്ചിട്ട് ഈ ഒരു സംഭവം തരാണെങ്കിൽ ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടിക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആവണം എന്ന് മാത്രമാണ് റിങ്ങിൻ്റെ ഡെഫിനേഷനിൽ പറയുള്ളൂ. ഇൻ കേസ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുകയാണെങ്കിൽ, കമ്മ്യൂട്ടേറ്റീവ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ റിങ്ങിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ നീഡ് നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ്. വെൻ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് we say that the ring is a commutative ring എന്ന് പറയാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ആ റിംഗ് എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഒരു റിങ്ങിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അല്ലേ? എന്തും ഉണ്ടായാൽ മതി, അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടായാൽ മതി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആ റിങ്ങിനെ റിങ് വിത്ത് യൂണിറ്റി എന്ന് പറയും. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻ കേസ് ഇവരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ റിങ്ങിനെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിനെയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത്, അതായത് റിങ് വിത്ത് യൂണിറ്റി. ഇപ്പം ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിലോ ആ റിങ്ങിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം സെഡ് അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, ആർ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, ക്യൂ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റിക്ക് എക്സാമ്പിളാണ് കേട്ടോ. ഇനി എന്താണ് യൂണിറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റിയും യൂണിറ്റും ഡിഫറെൻ്റ് ആണ്, അത് ഓർക്കുക. സപ്പോസ് ആർ ഈസ് എ റിങ് വിത്ത് യൂണിറ്റി. അപ്പോൾ യൂണിറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ റിങ്ങിനകത്ത് എന്ത് വേണം? യൂണിറ്റി ഉണ്ടായിരിക്കണം, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ആൻ എലമെന്റ് എ ബിലോങ് ടു ആർ ഈസ് സെഡ് ടു ബി യൂണിറ്റ് ഓർ ഇൻവേർട്ടബിൾ ഇഫ് ദർ എക്സിസ്റ്റ് ബി ബിലോങ് ടു ആർ സച്ച് ദാറ്റ് എ ബി is equal to ബി is equal to 1. അല്ലേ? അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ്, ആറിലെ ഒരു എലമെന്റ് ആണ്. ഈ എലമെന്റിനെ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ എലമെന്റിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ എലമെന്റ് ബി ബിലോങ് ടു ആർ, അല്ലേ? ഒരു എലമെന്റ് ഉണ്ടാവണം, അവരുടെ പ്രോഡക്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? യൂണിറ്റിനോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എ ഇസ് എ യൂണിറ്റ്, അതുപോലെ തന്നെ ബിനെയും നമുക്ക് യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് കൊടുത്തേക്കുന്നത് ഈ ഇങ്ങനെയുള്ള യൂണിറ്റ്സിന്റെ കളക്ഷൻ എന്ത് ഫോം ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതായത് റിങ്ങിലെ യൂണിറ്റ്സിന്റെ കളക്ഷൻ, യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇൻവേർട്ടബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സുകളുടെ കളക്ഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇനി കുറച്ച് റിങ്ങിനെ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് പറഞ്ഞു. ആ റിങ്ങിന്റെ യൂണിറ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ റിംഗ് ആണ് സെഡ് അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന റിങ്. അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്കറിയാം സെഡ് അണ്ടർ അഡീഷൻ, സെഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതായത് രണ്ട് ഇൻറ്റീജേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ബി എനോട് ഈക്വൽ ആണ്, അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ തന്നെ അതിലെ യൂണിറ്റി ഏതാണ്? എ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ ഇൻറ്റു എ, അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ ഇ എന്താ കിട്ടുക? 1 ആണ്. 1 ഈസ് ബിലോങ് ടു സെഡ്. സോ യൂണിറ്റി ബിലോങ് ചെയ്യുന്നുണ്ട്, അല്ലേ? യൂണിറ്റി ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെഡ് അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. പിന്നെ അവിടുത്തെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1ഉം -1ഉം ആണ്. 1നും -1നും മാത്രമാണ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് ഉള്ളൂ, അല്ലേ? 1ന്റെ ഇൻവേഴ്സ് ഏതാ? 1 × 1 is equal to 1 ആണ്. 1ന്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്, 1 യൂണിറ്റ് ആണ്. -1ന്റെ ഇൻവേഴ്സ് എന്താ? -1 തന്നെയാണ്, അല്ലേ? സോ സെഡിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1ഉം -1ഉം ആണ്. ഇനി അടുത്ത നമ്മുടെ റിങ് സെഡ് എൻ അണ്ടർ അഡീഷൻ മോഡുലോ എന്നും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ. ഇതെന്താ? ഇതും എന്താണ്? ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അവിടുത്തെ യൂണിറ്റി ആരാ? യൂണിറ്റി 1 തന്നെയാണ്, അല്ലേ? യൂണിറ്റി എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ യൂണിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. സെഡനിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് യു ഓഫ് എൻ ആണ്. യു ഓഫ് എൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് യു ഓഫ് എൻ എന്താന്ന് മനസ്സിലാക്കാനായിട്ട്. യു ഓഫ് എൻ എന്ന് പറയുന്നത് എന്നിനേക്കാളും താഴെ വരുന്ന എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ യു ഓഫ് എൻ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. എന്നിനേക്കാളും താഴെ വരുന്ന എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകളുടെ കളക്ഷൻ. അപ്പോൾ നമുക്ക് സെഡനിലെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അതായത് സെഡനിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? സെഡനിലെ എന്നിനേക്കാളും താഴെ വരുന്ന എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകളുടെ കളക്ഷൻ. അത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. യൂണിറ്റ്സ് ഓഫ് സെഡൻ എന്ന് പറയുന്നത് ദോസ് എലമെന്റ്സ് ഇൻ സെഡൻ വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന സെഡ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു റിംഗ് ആണ്. സെഡ് ഓഫ് എക്സ് എന്ന് പറയുന്ന റിംഗ് അതായത് അതൊരു പോളിനോമിയൽ റിംഗ് ആണ്. അതായത് പോളിനോമിയൽസ് നമ്മൾ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് a1 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് an x റേസ് ടു n. ഓക്കെ, ഇവിടെ ഡിഗ്രി എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ എല്ലാ ഡിഗ്രിയുള്ള പോളിനോമിയൽസും ബിലോങ് ചെയ്യും വിത്ത് ഈ കോഎഫിഷ്യൻസ് എല്ലാം എവിടുത്തെ എലമെന്റ് ആണ് സെഡിലെയാണ് അല്ലേ. ഐസ് എല്ലാം ബിലോങ് ചെയ്യുന്ന സെഡിലെയാണ്. അപ്പോൾ സെഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ഹൂസ് കോഎഫിഷ്യൻസ് ബിലോങ് ടു സെഡ്. അതായത് ഈ എനോട്ട് എ1 എ2 എക്സെട്ര എൻ എന്ന് പറയുന്നത് സെഡിലായിരിക്കും ബിലോങ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കളക്ഷനും എന്ത് ഫോം ചെയ്യും? ഒരു റിങ് ഫോം ചെയ്യും. സെഡ് ഓഫ് എക്സ് ആൻഡ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫോംസ് എ റിങ്. ആൻഡ് ആ റിങ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് റിങ് ആണ് വിത്ത് യൂണിറ്റി. യൂണിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും അവിടുത്തെ യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെഡ് എന്നിൻ്റെ കാര്യം പറയുകയാണ്. സെഡ് എന്നിൻ്റെ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിങ് എന്താണെന്ന് പഠിക്കൂ എന്ന് പറഞ്ഞു, റിങ് പഠിച്ചു. ഇനി യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സെഡ് എന്നിലെ യൂണിറ്റുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. ഫസ്റ്റ് റിസൾട്ട് പറയുന്നത് കെ ബിലോങ് ടു സെഡ് എൻ ഈസ് എ യൂണിറ്റ് ഓഫ് സെഡ് എൻ ഇഫ് ജി സി ഡി ഓഫ് കെ ആൻഡ് എൻ ഈക്വൽ ടു 1 അല്ലേ. ഇപ്പം എന്താണ്? ഇപ്പോൾ നമ്മൾ സെഡ് 3 എടുക്കുകയാണെന്ന് വിചാരിക്കുക. സെഡ് 3ലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 0 1 2 ഇതാണ് സെഡ് 3ലെ എലമെന്റ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ എലമെന്റ് ആണ് 3നോട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് വരുന്നതെന്നൊന്ന് നോക്കുക. അതായത് 1ൻ്റെയും 3യുടെയും നോൺ സീറോ എലമെന്റ്സിന് എടുത്താൽ മതി കേട്ടോ. 1ൻ്റെയും 3യുടെയും ജി സി ഡി എന്താ? 1 ആണ്. 2ൻ്റെയും 3യുടെയും ജി സി ഡി എന്താണ്? 1 ആണ്. സോ 1ഉം 2ഉം ഒക്കെ യൂണിറ്റ്സ് ആണ്. അതുപോലെ ഇനി വേണമെങ്കിൽ നമുക്ക് സെഡ് 4 എടുത്തു നോക്കാം. സെഡ് 4ലെ എലമെന്റ്സ് വേണമെങ്കിൽ സെഡ് 6 എടുക്കാം. സെഡ് 6ൽ 0 1 2 3 4 5 6 ഇല്ല 5 വരെ. ഓക്കെ, ഇതിൽ 1ൻ്റെയും 6ൻ്റെയും ജി സി ഡി നോക്കുക, 1 ആണ്. 2ൻ്റെയും 6ൻ്റെയും ജി സി ഡി നോട്ട് ഈക്വൽ ടു 1 അല്ലേ. ഇനി 3യുടെയും 6ൻ്റെയും ജി സി ഡി നോട്ട് ഈക്വൽ ടു 1. 4ൻ്റെയും 6ൻ്റെയും ജി സി ഡി നോട്ട് ഈക്വൽ ടു 1 അല്ലേ. ഇതിൻ്റെ ജി സി ഡി എന്താ വരിക? ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 2 വരും. ഇനി ഇവിടെ എന്താ വരിക? 5ൻ്റെയും 6ൻ്റെയും ജി സി ഡി 1 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 1ഉം പിന്നെ ആരാണ്? 5ഉം യൂണിറ്റ്സ് ആണ്. സെഡ് 6ലെ യൂണിറ്റ്സ് ആണ്. സെഡ് 3ലെ യൂണിറ്റ്സ് 1ഉം 2ഉം ആണ് സെഡ് 3ലെ യൂണിറ്റ്. സെഡ് 6ലെ അങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക നമ്മുടെ ഈ സെഡ് അല്ലെങ്കിൽ ഒരു സെഡ് 8 എന്നിട്ട് സെഡ് 8ൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്റ്സ് ഓഫ് സെഡ് എൻ. യൂണിറ്റ്സ് ഓഫ് സെഡ് എൻ എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ യു ഓഫ് സെഡ് എൻ എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഈ യു ഓഫ് സെഡ് എൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ്സ് ആണ് അല്ലേ. അത് എന്തിനോട് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു? യു ഓഫ് എന്നിനോട് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? യു ഓഫ് എൻ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ് അല്ലേ. എന്നിനേക്കാളും താഴെ വരുന്ന എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിന്റെ കളക്ഷൻ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ കളക്ഷൻ അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് സെഡ് എൻ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് യു ഓഫ് സെഡ് എൻ അല്ലേ. അതായത് യു ഓഫ് സെഡ് എൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ യു ഓഫ് എൻ ആണേ. ഓക്കെ, യു ഓഫ് എൻ ഇത് യൂണിറ്റ്സിന്റെ യു ആണ് കേട്ടോ. ഇത് യു ഓഫ് എൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ സംഭവം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എന്തിനോട് ഈക്വൽ ആണ്? ഫൈ ഓഫ് എൻ. ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് ഓയിൽ ടോർഷൻ ഫംഗ്ഷൻ ആണ് ഫൈ ഓഫ് എൻ. ആ ഫൈ ഓഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് എൻ ഇസ് ഈക്വൽ ടു, അതായത് എന്നിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. P1 പവർ n1 ഇൻറ്റു P2 പവർ n2 എക്സെട്ര PR പവർ nr. അങ്ങനെയാണെങ്കിൽ ഈ ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു 1 മൈനസ് 1 ബൈ P1 ഇൻറ്റു 1 മൈനസ് 1 ബൈ P2 ഇൻറ്റു 1 മൈനസ് 1 ബൈ P3 എക്സെട്ര 1 മൈനസ് 1 ബൈ PR. വേർ PIs ഒക്കെ എന്താണ്? പ്രൈമാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സെഡ് 6ൽ നമ്മൾ പറഞ്ഞു 1ഉം 5ഉം ആണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് നമ്പർ ഓഫ് യൂണിറ്റ്, ഇപ്പോൾ 6 എന്ന് പറയുന്നത് ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അല്ലേ. ഇപ്പം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് സെഡ് 6 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് യു ഓഫ് 6 ആണ് അല്ലേ. കാർഡിനാലിറ്റി ഓഫ് യു ഓഫ് 6 എന്ന് പറയുന്നത് ഫൈ ഓഫ് 6നോട് ഈക്വൽ ആണ്. അപ്പോൾ ഫൈ ഓഫ് 6 കണ്ടുപിടിക്കാനായിട്ട് 6നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു 2 ഇൻറ്റു 3 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 3 ഇൻറ്റു ഈ ഒരു റിസൾട്ട് അനുസരിച്ചിട്ട് 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് 1 ബൈ 3 നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 3 ഇൻറ്റു 1 ബൈ 2 ഇൻറ്റു 2 ബൈ 3 എന്ന് വരും. അപ്പോൾ ഈ 3യും ഈ 3യും കട്ട് ചെയ്തു, ഈ 2യും 2യും കട്ട് ചെയ്തു, ഈ ബാലൻസ് ഉള്ളത് എന്താ? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണെന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്?
യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള സെഡ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എന്നിനോട് ഈക്വൽ ആണ് സെഡ് എന്നിന്റെ കേസിൽ മാത്രം കേട്ടോ. ഈ റിസൾട്ട് സെഡ് എന്നിനുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: the number of elements in the group of units of ring Z50. Z50-ലെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു യൂണിറ്റ്സുകളുടെ കളക്ഷൻ എന്ത് ഫോം ചെയ്യും? ഗ്രൂപ്പ് ഫോം ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ യൂണിറ്റുകളുടെ ആ ഗ്രൂപ്പിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ഓഫ് സെഡ് എൻ ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ. ഈ സംഭവം വേറെയാണ് കേട്ടോ, ഇത് യൂണിറ്റിനെ നൊട്ടേറ്റ് ചെയ്തേക്കുന്നതാ കേട്ടോ. ദാറ്റ് ഇസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് സെഡ് എൻ ഇസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞ റിസൾട്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് Z50 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5 ഓഫ് 50 കണ്ടുപിടിച്ചാൽ മതി. 5 ഓഫ് 50 കണ്ടുപിടിക്കാനായിട്ട് 50നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക അല്ലേ? അതായത് 5 ഇൻറ്റു 10, അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 5 സ്ക്വയർ എന്ന് വരും. അതായത് 50 ഇൻറ്റു 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/5 എന്ന് വരും. അപ്പോൾ ഇവിടെ 1/2 വരും ഇൻറ്റു 4/5 വരും. ഈ 50-ലെ ഇവിടെ ഒരു 2 ഉണ്ട്, 25 വരും. ഈ 5ഉം ഇതും കൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5 വരും. പിന്നെ ഇവിടെയുള്ള 4, അപ്പോൾ 4 ഇൻറ്റു 5 20 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് യൂണിറ്റുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഇൻ ദ റിംഗ് സെഡ് ഓഫ് റൂട്ട് 2 ഈക്വൽ ടു a plus b root 2 such that ab belong to z where z is the ring of integers. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഏതൊക്കെയാണ്? 1 പ്ലസ് റൂട്ട് 2, 2 പ്ലസ് റൂട്ട് 2, 3 പ്ലസ് റൂട്ട് 2, 1 പ്ലസ് 2 റൂട്ട് 2. ഈ 4 ഏതാണ് യൂണിറ്റ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വലി ഇതെന്താ? ഈ ഒരു റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിൻ്റെ കൂടെ റൂട്ട് 2 എന്ന് പറയുന്നത് സെഡിലെ എലമെന്റ് അല്ല അല്ലേ? അപ്പോൾ സെഡിൻ്റെ കൂടെ റൂട്ട് 2നെ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് സെഡ് ഓഫ് റൂട്ട് 2. അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെ? a പ്ലസ് ബി റൂട്ട് 2 വേർ ഈ എയും ബിയും എവിടുത്തെ എലമെന്റ് ആണ്? സെഡിലെ എലമെന്റ് ആണ്. ഈ എയും ബിയും സെഡിലെ എലമെന്റ് ആണെങ്കിൽ മാത്രമാണ് അപ്പോൾ നമുക്ക് a പ്ലസ് ബി റൂട്ട് 2 എന്ന് പറയുന്നത് സെഡ് ഓഫ് റൂട്ട് 2ൽ ബിലോങ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു എലമെന്റ് യൂണിറ്റ് ആവണമെങ്കിൽ, ഇപ്പോൾ എന്ന് പറയുന്ന ഒരു എലമെന്റ് യൂണിറ്റ് ആവണമെങ്കിൽ ദർ എക്സിസ്റ്റ് ബി ബിലോങ് ടു ഏത് റിംഗ് ആണോ ആ റിംഗ് സച്ച് ദാറ്റ് a ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 1 ആവണം. ഈ റിംഗിലെ യൂണിറ്റ് എന്ന് പറയുന്നത് സെഡ് ഓഫ് റൂട്ട് 2വിലെ യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇതിലെ യൂണിറ്റി എന്ന് പറയുന്ന ആര്? അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആര്? 1 ആണ് അല്ലേ? ഏതൊരു എലമെന്റിനോടും 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ആ എലമെന്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വൈസ് നമുക്ക് ഇതിൻ്റെ എന്താണ് ഏതൊക്കെയാണ് യൂണിറ്റ്സ് ആവുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് 1 പ്ലസ് റൂട്ട് 2, ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? 1 പ്ലസ് റൂട്ട് 2 ആണ്. 1 പ്ലസ് റൂട്ട് 2 യൂണിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ യൂണിറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ദർ എക്സിസ്റ്റ് അല്ലേ? നമ്മുടെ സെഡ് ഓഫ് റൂട്ട് 2വിൽ ഒരു നോൺ സീറോ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ 1 പ്ലസ് റൂട്ട് 2 എന്ന് പറയുന്ന ആള് യൂണിറ്റ് ആവണമെങ്കിൽ നമ്മുടെ സെഡ് ഓഫ് റൂട്ട് 2വിൽ ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. അതിൽ എലമെന്റിന്റെ ഫോം a പ്ലസ് ബി റൂട്ട് 2 ആണ്. സച്ച് ദാറ്റ് 1 പ്ലസ് റൂട്ട് 2 ഇൻറ്റു a പ്ലസ് ബി റൂട്ട് 2 ഈക്വൽ ടു എന്തായിരിക്കണം? 1 ആവണം അല്ലേ? ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്: a പ്ലസ് 2b പ്ലസ് a പ്ലസ് ബി റൂട്ട് 2. അതായത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, a പ്ലസ് അടുത്ത് കഴിയുമ്പോൾ ബി റൂട്ട് 2 വരും, പിന്നെ അടുത്ത് എഴുതി കഴിയുമ്പോൾ റൂട്ട് 2 a വരും, അടുത്ത് എഴുതി കഴിയുമ്പോൾ ബി ഇൻറ്റു റൂട്ട് 2 ദാറ്റ് ഈസ് 2 വരും, ഈക്വൽ ടു 1. റൂട്ട് 2 ഉള്ള ടേംസിന് ഒരുമിച്ച് എഴുതുന്നു, അല്ലാത്ത ടേംസിന് ഒരുമിച്ച് എഴുതുന്നു. a പ്ലസ് 2b പ്ലസ് റൂട്ട് 2 ഉള്ളതിനെ ഔട്ട്സൈഡ് എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ അറേഞ്ച് ചെയ്തു, ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയേക്കുന്നത്? ഒരു ടേം പ്ലസ് വേറൊരു ടേം ഇൻറ്റു റൂട്ട് 2 1നോട് ഈക്വൽ ആണ്. അതായത് ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 1 പ്ലസ് 0 റൂട്ട് 2വിനോട് ഈക്വൽ ആണ് അല്ലേ? 1 എന്ന് പറയുന്നത് 1 പ്ലസ് 0 റൂട്ട് 2വിനോട് ഈക്വൽ ആണ്. സോ നമ്മൾ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യാണ് അല്ലേ?
ഈ രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്യാണ്. അതായത് a+2b is equal to 1 ആൻഡ് ഇവിടെ എന്താ a+b is equal to 0. a+b is equal to 0 ആയിക്കഴിഞ്ഞാൽ b എന്തായിരിക്കും? -a ആയിരിക്കും. ആ ബിയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ a+2 ഇൻറ്റു -a is equal to 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? -a is equal to 1, that is a is equal to -1 എന്ന് കിട്ടും. a is equal to -1 ആണെങ്കിൽ b എന്തായിരിക്കും? 1 ആണ് അല്ലേ? അപ്പോൾ a equal to -1 ആൻഡ് b is equal to 1 ആണ്. ഇവർ രണ്ടുപേരും എവിടെ ബിലോങ് ചെയ്യുന്നുണ്ട്? സെഡിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. സോ -1 പ്ലസ് √2 ആയിരിക്കും ആരുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്? ഈ പറയുന്ന ആളുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? √2 1 പ്ലസ് √2 എന്ന് പറയുന്നത് എന്താണ്? അതൊരു യൂണിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇപ്പം ഇൻ കേസ് നമ്മൾ നമ്മുടെ എക്സാമിന് ഒരു റൈറ്റ് ആൻസറേ ഉണ്ടാവുള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിർത്താം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ബാക്കി വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഓപ്ഷൻ ബി ഒന്ന് വെരിഫൈ ചെയ്ത് തരാം. ഓപ്ഷൻ ബി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോയ്സ് 2 + √2 2 + √2 യൂണിറ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സപ്പോസ് 2 + √2 യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ചിട്ട് ദർ എക്സിസ്റ്റ് ആൻ എലമെന്റ് a+b √2 ബിലോങ് ടു സെഡ് ഓഫ് √2. സെഡ് ഓഫ് √2ൽ ആരുണ്ടാവും? ഒരു എലമെന്റ് ഉണ്ടാവും സച്ച് ദാറ്റ് അവരുടെ പ്രോഡക്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 1 ഈക്വൽ ആയിരിക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നു. 2a + 2b + a+2b ഇൻറ്റു √2 ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. ദെൻ കോഎഫിഷ്യൻസുകളെ ഇതെന്താ? ദിസ് ഈസ് 1 ഈസ് ഈക്വൽ ടു 1 + 0 √2. ഓക്കെ, ദാറ്റ് ഈസ് ഇവരെ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2a + 2b is equal to 1 and a + 2b is equal to 0. This implies ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നമുക്ക് a is equal to -2b. ഈ ഇക്വേഷനിൽ എക്ക് പകരം നമ്മൾ -2b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു -2b + 2b ഈക്വൽ ടു 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ഇത് -4b കിട്ടും. -4b + 2b ദാറ്റ് ഈസ് -2b is equal to 1 and b is equal to -1/2 അല്ലേ? അപ്പം നമുക്ക് നേരത്തെ കിട്ടിയത് a is equal to -2b ആണ് ആൻഡ് b is equal to -1/2 ആണ്. b is equal to -1/2 ആണ്. a അപ്പം എന്താവും? -2 ഇൻറ്റു -1/2. ഈ 2 യും 2 കട്ട് ചെയ്ത് നമുക്ക് 1 കിട്ടും. അതായത് ആക്ച്വലി a + b √2 ഇപ്പം എന്തായി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + -1/2 √2 എന്നായി. അപ്പോൾ നമ്മുടെ ഈ എലമെന്റ് സെഡ് ഓഫ് √2വിൽ ബിലോങ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എയും ബിയും ഇൻറ്റീജർ ആയിരിക്കണം അല്ലേ? പക്ഷെ ഇവിടെ ബി എന്താ നമുക്ക് കിട്ടിയേക്കുന്നത്? -1/2 ആണ്. -1/2 ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു എലമെന്റ് സെഡ് ഓഫ് √2വിൽ ബിലോങ് ചെയ്യില്ല. സെഡ് ഓഫ് √2വിൽ ബിലോങ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് യൂണിറ്റ് അല്ല എന്ന് പറയാം. എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് ഇൻ ദ റിംഗ് സെറ്റ് 25 ഓഫ് റിംഗ് ഓഫ് ഇൻറ്റീജേഴ്സ് ഓഫ് മോഡുലോ 25. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോബ്ലം ആണ്. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ്സ് ഓഫ് സെറ്റ് 25 എന്ന് പറയുന്നത് u(25) ആണ് അല്ലേ? അതിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? 5(25) ചെയ്താൽ മതി. 5(25) ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 20 ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. നമ്മൾ ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലം ആണ്. ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് യൂണിറ്റ്സുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില റിങ്ങുകളുടെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെഡനിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. സെഡനിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? സെഡനിലെ യൂണിറ്റ് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന സെഡനിലെ എലമെൻസുകളുടെ കളക്ഷനാണ് അല്ലേ? ഇനി സെഡിൻ്റെ യൂണിറ്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സെഡിൻ്റെ യൂണിറ്റ്സ് ആരാണ്? +or-1 ആണ്. ഇനി സെഡ് ക്രോസ് സെഡിലെ യൂണിറ്റ്സ് നമുക്ക് നോക്കണം. അപ്പോൾ സെഡിലെ യൂണിറ്റ് 1ഉം -1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ക്രോസ് പ്രോഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇല്ലേ, ആ സാധനം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ 1 ഒരു യൂണിറ്റ് ആയിരിക്കും. അടുത്ത 1 -1 ഒരു യൂണിറ്റ് ആയിരിക്കും. അടുത്തത് -1 ഒരു യൂണിറ്റ് ആയിരിക്കും. അടുത്തത് -1 ഒരു യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് ഏത് തന്നെയാണ് വരിക? അത് തന്നെ വരിക. ഇതിൻ്റെ ഇൻവേഴ്സ് ഏത് തന്നെയാണ് വരിക? അത് തന്നെ വരിക. ഇതിൻ്റെ ഇൻവേഴ്സോ? അത് തന്നെ. ഇതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതും ഓർത്ത് വയ്ക്കും. ഇത് മസ്റ്റായിട്ടും ഓർക്കണം കേട്ടോ, സെഡിൻ്റെ കാര്യം. ഓക്കെ, ഇനി അടുത്തത് MNF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MNF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി കളക്ഷൻ ഓഫ് ഓൾ n by n മെട്രീസസിൻ്റെ കളക്ഷനാണ് അല്ലേ?
n/n മെട്രിസസിൻ്റെ കളക്ഷനാണ് വിത്ത് എൻട്രീസ് ഫ്രം ഫീൽഡിൽ നിന്നുള്ള മെട്രിസസിൻ്റെ കളക്ഷൻ. ആ മെട്രിസസിൻ്റെ കളക്ഷൻ ഒരു റിങ് ഫോം ചെയ്യുക അല്ലേ. മെട്രിക്സിൻ്റെ കളക്ഷൻ അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് അഡീഷനും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും ഒരു റിങ് ഫോം ചെയ്യും. ആ റിങ് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിങ് ആയിരിക്കില്ല കേട്ടോ. അതൊന്ന് ഓർക്കുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല നമുക്കറിയാലോ. അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് റിങ് ആയിരിക്കില്ല. പിന്നെ അതിൻ്റെ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, GLN/F എന്ന് പറയുന്നത്. ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് GLN/F എന്താണെന്നുള്ളത്. അത് ഇൻവേർട്ടബിൾ മെട്രിസസിൻ്റെ കളക്ഷനാണ് GLN/F എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ MNF, അതായത് കളക്ഷൻ ഓഫ് ഓൾ മെട്രിസസ് വിത്ത് എൻട്രീസ് ഫ്രം എഫ്. അതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ആയിട്ടുള്ള മെട്രിസസിൻ്റെ കളക്ഷനാണ്. അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് സെഡ് ഓഫ് ഐ. സെഡ് ഓഫ് ഐ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, റിംഗ് ഓഫ് ഗോസിയൻ ഇൻറ്റീജേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ സെഡ് ഓഫ് √2 പറഞ്ഞില്ലേ, അതുപോലെ തന്നെ A+IB such that A and B are belong to Z. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് +or-1ഉം +or-i ആണ് അതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മൾ ഫീൽഡിൻ്റെ ഡെഫിനേഷൻ ആക്ച്വലി പറഞ്ഞിട്ടില്ല. നമ്മൾ ഫീൽഡിൻ്റെ ഡെഫിനേഷൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ യൂണിറ്റിൻ്റെ സെഷനിൽ ഇത് ആഡ് ചെയ്തേ ഉള്ളൂ. എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ എവ്രി നോൺ സീറോ എലമെൻറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് 0 ഒഴിച്ചിട്ടുള്ള എല്ലാ എലമെൻറ്റും കേട്ടോ. അതാണ് F* ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫീൽഡ് ആകുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ഫീൽഡുകൾ? നിങ്ങൾക്ക് അറിയാവുന്ന ഫീൽഡുകളൊന്ന് പറയാവോ? Z under addition multiplication ഫീൽഡ് ആവുമോ? ഓക്കെ, നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ സെഡ് അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഫീൽഡ് ആവില്ല. Q അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫീൽഡ് ആണ്. R അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫീൽഡ് ആണ്. C അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫീൽഡ് ആണ്. അതുപോലെ തന്നെ Q ഓഫ് √2 അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ ഫീൽഡുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ യൂണിറ്റ് ഓഫ് Z15? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ സെഷൻ ഒന്ന് തറവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പ്രോബ്ലംസ് നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് യൂണിറ്റ്സ് ഓഫ് Z15? Z15ലെ യൂണിറ്റ്സ് അല്ലാത്തത് ഏതാണെന്ന്, യൂണിറ്റ് ആയത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് നോക്കി വെച്ചാൽ മതി അല്ലേ. അപ്പോൾ 5ൻ്റെയും 15ൻ്റെയും GCD നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 1 അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് യൂണിറ്റ് അല്ല എന്ന് പറയാം. 7 നോക്കിക്കേ, 7ൻ്റെയും 15ൻ്റെയും GCD എന്താ, 1 ആണ്. സോ 7 യൂണിറ്റ് ആണ്. 8ൻ്റെയും 15ൻ്റെയും GCD എന്ന് പറയുന്നത് 1 ആണ്. സോ അത് യൂണിറ്റ് ആണ്. 11ൻ്റെയും 15ൻ്റെയും GCD എന്ന് പറയുന്നത് 1 ആണ്. സോ അതും യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് അല്ലാത്ത ഏതാണ്, 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, യു ഡിനോട്ട് ദി സെറ്റ് ഓഫ് യൂണിറ്റ്സ് ഇൻ എ റിംഗ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ദെൻ അവരുടെ യൂണിറ്റിൻ്റെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫീൽഡുകളുടെ. ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ റിസൾട്ടിൽ എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സ് എന്തായിരിക്കും, യൂണിറ്റ് ആയിരിക്കും. ആ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. Q അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫീൽഡ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഫീൽഡിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നത്. Q ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഫീൽഡുകളുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താ, എല്ലാ നോൺ സീറോ എലമെൻറ്റ്സും. ഓക്കെ, ഓൾ നോൺ സീറോ എലമെൻറ്റ്സ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ റിങ്ങിൻ്റെ ഡെഫിനേഷൻ കഴിഞ്ഞു, യൂണിറ്റ്സിൻ്റെ കാര്യം പക്കയായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി സീറോ ഡിവൈസേഴ്സിലേക്ക് കടക്കുകയാണ്. ആക്ച്വലി നമ്മൾ പണ്ടൊക്കെ പഠിച്ചേക്കുന്ന കാര്യം എന്താണ്, A × B = 0 ആണെങ്കിൽ എയ്തർ A = 0 ഓർ B = 0 എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ. പക്ഷെ അങ്ങനെ അല്ലാത്ത സംഭവങ്ങളും ഉണ്ട് എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീറോ ഡിവൈസറിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. ലെറ്റ് R be a ring, an element A not equal to 0 belong to R, a zero divisor if there exists an element B not equal to 0 belong to R such that AB is equal to 0 or B is equal to 0. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു എലമെൻറ്റ്, ഒരു നോൺ സീറോ എലമെൻറ്റ് സീറോ ഡിവൈസർ ആകണമെങ്കിൽ എന്ത് വേണം, വേറൊരു നോൺ സീറോ എലമെൻറ്റ് വേണം. സച്ച് ദാറ്റ് അവരുടെ പ്രോഡക്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം, 0 ആയിരിക്കണം. അല്ലെങ്കിൽ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ രണ്ടാളും എന്താവാൻ പാടില്ല, പ്രോഡക്റ്റ് 0 ആണെങ്കിൽ
ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ 0 ആണെങ്കിൽ അത് സീറോ ഡിവൈസർ അല്ല. ഓക്കെ, രണ്ടും നോൺ സീറോ ആണ്, പക്ഷെ അവരുടെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എനെയും ബിനെയും നമുക്ക് പറയാം സീറോ ഡിവൈസർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ യൂണിറ്റ് പഠിച്ചപ്പോൾ യൂണിറ്റ് സെഡനിലെ നമ്മൾ പഠിച്ചു, സെഡനിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളുകളുടെ കളക്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ സെഡനിലെ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ആരൊക്കെയുണ്ടോ അവരൊക്കെ സീറോ ഡിവൈസേഴ്സ് ആയിരിക്കും സെഡനിലെ കേട്ടോ. സെഡനിലെ കാര്യം അങ്ങനെയാണ്, അത് ഓർത്ത് വയ്ക്കുക. സെഡനിലെ മാത്രം കാര്യമാണത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്ന് നോക്കാം നമുക്ക്. ഇൻ സെഡൻ നോൺ സീറോ നമ്പേഴ്സ് ലെസ് ദാൻ എൻ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആർ സീറോ ഡിവൈസേഴ്സ്. ഓക്കെ, യൂണിറ്റ് അല്ലാത്തത് സീറോ ഡിവൈസർ. അങ്ങനെ നോൺ സീറോ ആണ് കേട്ടോ. ഇപ്പോൾ സെഡൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 ഉണ്ട്, 1 2 എക്സെട്ര n-1. സീറോ യൂണിറ്റും അല്ല, നൈദർ യൂണിറ്റ് നോർ സീറോ ഡിവൈസർ ആണ്. ബാക്കിയുള്ള ആളുകളെ നോക്കിയാൽ മതി. അതിൽ കുറച്ച് എലമെന്റ്സ് എന്താവും? യൂണിറ്റ്സ് ആവും. യൂണിറ്റ്സ് അല്ലാത്ത എലമെന്റുകളൊക്കെ സീറോ ഡിവൈസേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറ്റ് 4 നമ്മൾ കൺസിഡർ ചെയ്യുക. സെറ്റ് 4 0 1 2 3 എലമെന്റ്സ് ആണ് ഉള്ളത്. 0നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നോൺ സീറോ എലമെന്റ്സ് ആണ് സീറോ ഡിവൈസേഴ്സ് ആവുള്ളൂ. എല്ലാം ആവണമെന്നില്ല, അത് നമ്മുടെ കണ്ടീഷൻ നോക്കി വെച്ചാൽ മതി. അപ്പോൾ 1ൻ്റെയും 4ൻ്റെയും GCD നോക്കുക, 1 ആണ്. GCD 1 ആയിട്ടുള്ളത് യൂണിറ്റ് ആണ്. 2ൻ്റെ 4ൻ്റെ GCD എന്താ? 2 ആണ്. GCD 2 ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 1. സോ 2 ഈസ് എ സീറോ ഡിവൈസർ. ഓക്കെ, GCD 3 and 4, 3 or 4ൻ്റെ GCD എന്ന് പറയുന്നത് 1 ആണ്. 1 ആയതുകൊണ്ട് 3 എന്താണ്? യൂണിറ്റ് ആണ്. അപ്പോൾ സെറ്റ് 4 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സീറോ എലമെന്റ്, പിന്നെ 2 യൂണിറ്റ്. ആരൊക്കെയാണ്? 1ഉം 3ഉം യൂണിറ്റ് ആണ്, പിന്നെ ഒരു സീറോ ഡിവൈസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെഡനുകളെ നോക്കുകയാണെങ്കിൽ ഈ സെഡനുകളെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സെഡനുകളെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സപ്പോസ് ഈ സ്ക്വയർ ആണ് നമ്മുടെ സെഡൻ എന്ന് കരുതുക. ആ സെഡനിലെ 0 എന്ന് പറയുന്ന ആള് യൂണിറ്റും അല്ല, പിന്നെ ആരാണ്? യൂണിറ്റ് അല്ല, സീറോ ഡിവൈസറും അല്ല. അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, അത് ഒരൊറ്റ എലമെന്റേ ഉള്ളൂ. പിന്നെ കുറച്ച് എലമെന്റ്സുകൾ എന്തായിരിക്കും? യൂണിറ്റുകളായിരിക്കും. എത്ര യൂണിറ്റുകളുണ്ട്? 5 യൂണിറ്റുകളുണ്ട് അല്ലേ. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ സീറോ ഡിവൈസേഴ്സ് ആയിരിക്കും. യൂണിറ്റ് അല്ലാത്തതൊക്കെ എന്താവും? സീറോ ഡിവൈസേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? n എലമെന്റ്സ് ഉണ്ട്. ഈ n എലമെന്റിലെ ഒരു എലമെന്റ് 0 ആണ്, അതിനെ ഞാൻ കളഞ്ഞു. നമ്മൾ എത്ര സീറോ ഡിവൈസേഴ്സ് ഉണ്ടെന്ന് നോക്കാനാണ് പോകുന്നത്. ഒരു എലമെന്റ് 0 ആണ്, അതിനെ കളഞ്ഞു. പിന്നെ എത്ര യൂണിറ്റ്സ് ഉണ്ട്? ഈ സീറോയും യൂണിറ്റ്സും അല്ലാത്തതൊക്കെ എന്താണ്? സീറോ ഡിവൈസേഴ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സീറോ ഡിവൈസേഴ്സ് എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ മൊത്തത്തിൽ നിന്ന് ഇത്രയും ആൾക്കാരെ നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ n മൊത്തം നമ്പർ അല്ലേ. അപ്പോൾ n നിന്ന് ഒരു സീറോ എലമെന്റിനെ കളഞ്ഞു, പിന്നെ 5 യൂണിറ്റ്സിനെ കളഞ്ഞു. അപ്പം നമ്പർ ഓഫ് സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? n-5 അല്ലെങ്കിൽ n-1 - 5 അങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പം നമ്പർ ഓഫ് സീറോ ഡിവൈസേഴ്സ്, നമ്പർ ഓഫ് യൂണിറ്റും സെഡനിലെ നമ്പർ ഓഫ് യൂണിറ്റ് ഓർക്കുക. 5 യൂണിറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ സെഡനിലെ സീറോ ഡിവൈസേഴ്സിന് ഓർക്കുക n-5 - 1 സീറോ ഡിവൈസേഴ്സ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Which of the following is a zero divisor? Which of the following is a zero divisor in the ring set 25? Set 25ലെ റിങ്ങിൽ എത്ര ഏതൊക്കെയാണ് സീറോ ഡിവൈസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ 3, രണ്ടാമത്തെ ഓപ്ഷൻ 9, മൂന്നാമത്തേത് 10, ഓപ്ഷൻ ഡി 12 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് 25ൽ നമുക്കറിയാം എവിടെ നിന്ന് എവിടെയും വരെയുള്ള എലമെന്റ്സ്. സെറ്റ് 25ൽ 0 1 2 എക്സെട്ര 24 വരെയുള്ള എലമെന്റ്സ് ആണുള്ളത് അല്ലേ. അപ്പം നമുക്കിവിടെ ഓപ്ഷൻസ് തന്നേക്കുന്നുണ്ട്, എല്ലാം കൂടി നോക്കേണ്ട കാര്യമൊന്നുമില്ല. 3 GCD ഓഫ് 3 and 25 1 ആണ്. സോ അത് സീറോ ഡിവൈസർ അല്ല. പിന്നെ GCD ഓഫ് 9 and 25 1 ആണ്, സീറോ ഡിവൈസർ അല്ല. GCD ഓഫ് 10 and 25 അത് നോട്ട് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 5 ആണ്. സോ അത് സീറോ ഡിവൈസർ ആണ് അല്ലേ. 12 and 25 അത് ഈക്വൽ ടു 1 ആണ്, അത് സീറോ ഡിവൈസർ അല്ല, യൂണിറ്റ് ആണ്. സോ ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ? ഇതാണ്. ബാക്കിയെല്ലാം യൂണിറ്റുകളാണ്. ഓക്കെ, നമുക്ക്
ഇനി അടുത്തൊരു പ്രോബ്ലം. The total number of zero devices in the ring set n എത്ര സീറോ ഡിവൈസസ് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ആ ഒരു റിസൾട്ട് അല്ലേ, നമ്പർ ഓഫ് സീറോ ഡിവൈസസ് ഈക്വൽ ടു n-5 അല്ലെങ്കിൽ 10 - 5 - 10 - 1. 5 എന്താ? 5 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം അല്ലേ, ഇൻറ്റു 1 - 1/2 ഇൻറ്റു 1 - 1/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 5 ഇൻറ്റു 1/2 ഇൻറ്റു 4/5. 5ഉം ഇതും കട്ട് ചെയ്യാം, 2ഉം 2ഉം കട്ട് ചെയ്യാം, ബാലൻസ് എന്താ വരിക? 4 വരും. ഓക്കെ, സോ 10 - 4 - 1 ദാറ്റ് ഈസ് 10 - 5 സീറോ ഡിവൈസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റിങ് പഠിച്ചു, കമ്മ്യൂട്ടേറ്റീവ് റിങ് പഠിച്ചു, റിങ് വിത്ത് യൂണിറ്റി, കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി, പിന്നെ യൂണിറ്റ്സ് എന്താണെന്ന് പഠിച്ചു, സീറോ ഡിവൈസർ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഇനി അടുത്ത നമ്മൾ പോകുന്ന ഇൻ്റഗ്രൽ ഡൊമെയിൻ്റെ ഡെഫിനേഷനിലേക്കാണ്. ഇപ്പോൾ 2 ടെക്സ്റ്റുകളിൽ, ഫ്രാലയുടെ ടെക്സ്റ്റിലും ഗാലിയൻ്റെ ടെക്സ്റ്റിലും, 2 ടെക്സ്റ്റുകളിൽ ഡിഫൈൻ ചെയ്തേക്കുന്നതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റിൽ എഴുതിയേക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി വിത്തൗട്ട് സീറോ ഡിവൈസർ എന്ന് കൊടുത്തേക്കുന്നത്, ഒരു ടെക്സ്റ്റിൽ കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്തൗട്ട് സീറോ ഡിവൈസർ. അവിടെ യൂണിറ്റി മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. രണ്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി എന്നുള്ളത് വേണം, പക്ഷെ 2 ടെക്സ്റ്റിലും ആ യൂണിറ്റിയിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ രണ്ടും കൊടുത്തിട്ടുണ്ട്. എ റിംഗ് ആർ is said to be an integral domain if R is a commutative ring without zero divisor or a commutative ring with unity without zero divisor. ഏത് വേണേലും പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ സീറോ ഡിവൈസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എക്സാമ്പിൾസ് ആണ് നമ്മുടെ സെഡ് ആൻഡ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെഡ് ആൻഡ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ, കമ്മ്യൂട്ടേറ്റീവ് ആണ്. പിന്നെ യൂണിറ്റി ഉണ്ട്. സീറോ ഡിവൈസസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ബിലോങ് ടു സെഡ് ആണ്. ഓക്കെ, ഇപ്പോൾ എയുടെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ബി 0 കിട്ടണമെങ്കിൽ, അതായത് AB 0 കിട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഏത് ഇൻറ്റീജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 0 വരിക? ബി എന്തായാലും എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഏതൊരു എലമെൻറ്റ്, നോൺ സീറോ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതാണ് നമ്മുടെ പ്രശ്നം. സോ അതിനകത്ത് സീറോ ഡിവൈസസ് ഒന്നുമില്ല. ആ സെയിം റീസൺ തന്നെയാണ് R ആൻഡ് അഡീഷൻ്റെ കേസിനകത്തും Q ആൻഡ് അഡീഷൻ്റെ കേസിനകത്തും ഇതിൻ്റെയൊക്കെ കേസിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവരൊക്കെ എന്താണ്? ഇൻ്റഗ്രൽ ഡൊമൈനാണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്തൗട്ട് സീറോ ഡിവൈസർ ആണ്. നമ്മൾ സെറ്റ് പിയുടെ കേസ് നമ്മൾ പറഞ്ഞത്, സെറ്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെറ്റ് പി ഈസ് ഈക്വൽ ടു സെറ്റ് 0 1 2 എക്സെട്ര P-1 ആണ് അല്ലേ. അപ്പോൾ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ടുള്ള ഡിവൈസസ് ഒന്നും, അതായത് 1ഉം Pയും മാത്രമേ അതിന് ഡിവൈസർ മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ഡിവൈസസ് ഒന്നുമില്ല അല്ലേ, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇതിൽ ഓരോ എലമെൻറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും റിലേറ്റീവ്ലി പ്രൈം ആണ്. പിയോട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. 1ൻ്റെയും പിയുടെയും GCD 1 ആണ്, 2ൻ്റെയും പിയുടെയും GCD 1 ആണ്. GCD എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അങ്ങനെ P-1 P ഇവിടെ നോക്കുകയാണെങ്കിലോ കോമൺ ആയിട്ട് ഡിവൈസസ് ഒന്നുമില്ല, ഉള്ളത് ആരാണ്? 1 ആണ്. 1 ആണ് GCD ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ എലമെൻസുകളും, എല്ലാ നോൺ സീറോ എലമെൻസുകളും എന്താണ്? യൂണിറ്റ്സ് ആണ്. അപ്പോൾ സെറ്റ് പി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സീറോ എലമെൻറ്റും ബാക്കി എല്ലാ നോൺ സീറോ എലമെൻസും യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് സീറോ ഡിവൈസസ് ഇല്ല. സോ സെറ്റ് പി ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, സെറ്റ് പി ഈസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ വെൻ n ഈസ് നോട്ട് ഈക്വൽ ടു. പ്രൈം അല്ലാത്ത കേസിൽ ഇൻ്റഗ്രൽ ഡൊമൈൻ ആവില്ല. പ്രൈം ആവുന്ന കേസിൽ മാത്രമാണ് ഇൻ്റഗ്രൽ. സെറ്റ് പി ഈസ് ആൻ ഇൻ്റഗ്രൽ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സംഭവം കേട്ടോ. പല സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് തന്നിട്ട് ചോദിക്കുന്ന സംഭവങ്ങളാണ് ഇത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇൻ്റഗ്രൽ ഡൊമൈൻ കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുന്നത് ഡിവിഷൻ റിംഗ് അല്ലെങ്കിൽ സ്ക്യൂ ഫീൽഡ് എന്ന് പറയുന്നതാണ്. ഈ ഡിവിഷൻ റിംഗ് സ്ക്യൂ ഫീൽഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫീൽഡിൻ്റെ ഡെഫിനേഷൻ പറയണത് കേട്ടോ. ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗ് വിത്ത് യൂണിറ്റി, അതിനകത്ത് എല്ലാ നോൺ സീറോ എലമെൻസിനും എന്തുണ്ടാവണം? എല്ലാ നോൺ സീറോ എലമെൻറ്റും യൂണിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ നോൺ സീറോ എലമെൻസിൻ്റെയും
എലമെൻസിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്ന സംഭവം അവിടെ വരണില്ല കേട്ടോ. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? ലെറ്റ് ആർ ബി എ റിംഗ് വിത്ത് യൂണിറ്റി ഇഫ് എവറി നോൺ സീറോ എലമെന്റ് ഓഫ് ആർ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇൻ ആർ ദെൻ ആർ ഈസ് കോൾഡ് ഡിവിഷൻ റിംഗ് അല്ലെങ്കിൽ ഫ്യൂ ഫീൽഡ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്ന സംഭവം നമ്മളവിടെ പറയുന്നില്ല. ഈ ഡിവിഷൻ റിങ്ങിൻ്റെ കൂടെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി വന്നു കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ ഫീൽഡ് എന്ന് പറയാം കേട്ടോ. ഇതാണ് ഫീൽഡിന്റെ ഡെഫിനേഷൻ. എ ഫീൽഡ് ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് ഓർ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഇൻ വിച്ച് എവറി നോൺ സീറോ എലമെന്റ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ആക്ച്വലി ഫീൽഡ് എന്താ? ഫീൽഡ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അതിലെ എല്ലാ നോൺ സീറോ എലമെന്റ്സ് എന്താണ്? യൂണിറ്റ്സ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ഫീൽഡ് എന്ന് പറയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ യു ഓഫ് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ്സ് എന്താണ്? എഫ് സ്റ്റാർ ആണ്. എല്ലാ നോൺ സീറോ എലമെന്റ്സും അതിൻ്റെ യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഫീൽഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഓർഡർ ഓഫ് എ ഫീൽഡ് ഈസ്, ഒരു ഫീൽഡ് ആകുമ്പോൾ അത് ഫൈനൈറ്റ് ഫീൽഡ് ഉണ്ടാവും, ഇൻഫിനിറ്റ് ഫീൽഡ് ഉണ്ടാവും. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഇൻഫിനിറ്റ് ഫീൽഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇതൊരു ഫൈനൈറ്റ് ഫീൽഡിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ഫൈനൈറ്റ് ഫീൽഡിന്റെ കാർഡിനാലിറ്റി ഓൾവേസ് പി പവർ n ആയിരിക്കും. അതായത് ഒരു പ്രൈമിന്റെ പവർ ആയിട്ടായിരിക്കും ഒരു ഫൈനൈറ്റ് ഫീൽഡിന്റെ ഓർഡറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ഓർഡർ ഓഫ് പി എന്താണ്? ഒരു പ്രൈമിന്റെ പവർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് എവ്രി ഫീൽഡ് ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. എല്ലാ ഫീൽഡുകളും എന്താണ്? ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. കാരണം എന്താ? ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി പ്ലസ് എന്തുകൂടി പറഞ്ഞു? എവ്രി നോൺ സീറോ എലമെന്റ് അല്ലെ? എവ്രി നോൺ സീറോ എലമെന്റ്സ് യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ? സീറോ ഒഴികെ ബാക്കി എല്ലാം യൂണിറ്റ് ആണ്. അതായത് അതിനകത്ത് വേറെ ആരില്ല, സീറോ ഡിവൈസസ് ഒന്നുമില്ല. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. സീറോ ഡിവൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാം? ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണ് എല്ലാ ഫീൽഡുകളും ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ എല്ലാ ഇന്റഗ്രൽ ഡൊമൈനും ഫീൽഡ് അല്ല. ഇന്റഗ്രൽ ഡൊമൈൻ ഫീൽഡ് അല്ലാത്തതിന് എക്സാമ്പിൾ ആണ് സെഡ് അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ്. കാരണം എന്താ? അതിനകത്ത് ഇന്റഗ്രൽ ഡൊമൈൻ ആണ് അല്ലേ? പ്ലസ് ഓർ മൈനസ് 1 മാത്രമാണ് സെഡിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സെഡ് ഫീൽഡ് ആവണമെങ്കിൽ എല്ലാ നോൺ സീറോ എലമെന്റ് ഫീൽഡ് ആവണം. 2 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 2 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ? 2 × A = 1 ആണെങ്കിൽ A = എന്താ? 1/2. 1/2 ഡസ് നോട്ട് ബിലോങ് ടു സെഡ് ആണ്. അപ്പോൾ ഈ 2 എന്താ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. പക്ഷെ എന്താണ്? ഇതിനകത്ത് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. അതായത് സീറോ ഡിവൈസസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ മസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തത് എല്ലാ ഫൈനൈറ്റ് ഇന്റഗ്രൽ ഡൊമൈൻസും ഫീൽഡുകളാണ്. എക്സാമ്പിൾ ആണ് നമ്മുടെ സെഡ് പി അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ. സെഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡൊമൈൻ അല്ല. കാരണം എന്താണ്? അതിനകത്ത് സീറോ ഡിവൈസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്റഗ്രൽ ഡൊമൈൻ അല്ലാത്തത്. ഇനി അടുത്തത് പറയുന്നത് ലെറ്റ് ആർ ആൻഡ് എസ് രണ്ട് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡൊമൈൻ അല്ല. ഇപ്പോൾ രണ്ട് ഇന്റഗ്രൽ ഡൊമൈൻസിന്റെ പ്രോഡക്റ്റ് ഇന്റഗ്രൽ ഡൊമൈൻ ആവുന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഡൊമൈൻ ആവില്ല. കാരണം ഇപ്പോൾ ആറിലൊരു നോൺ സീറോ എലമെന്റ് എടുത്തു, എസ്സിലൊരു നോൺ സീറോ എലമെന്റ് എടുത്തു. R0 എന്ന് പറയുന്നത് എവിടത്തെ? നമ്മുടെ R ക്രോസ് എസ്സിലെ ഒരു നോൺ സീറോ എലമെന്റ് ആണ്. 0s എന്ന് പറയുന്നത് R ക്രോസ് എസ്സിലെ ഒരു നോൺ സീറോ എലമെന്റ് ആണ്. ഈ രണ്ട് നോൺ സീറോ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 0 കിട്ടും അല്ലേ? ഇത് കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. R × 0 0 × S ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 0 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുന്നത് രണ്ട് നോൺ സീറോ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 കിട്ടി അല്ലേ? അപ്പോൾ അതെന്താ? സീറോ ഡിവൈസസ് ആണ്. R0 എന്ന് പറയുന്നതും 0s എന്ന് പറയുന്നതും R ക്രോസ് എസ്സിലെ സീറോ ഡിവൈസസ് ആണ്. സോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? രണ്ട് ഇന്റഗ്രൽ ഡൊമൈൻസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡൊമൈൻ ആയിരിക്കില്ല കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് സബ് ഫീൽഡിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ സബ് ഗ്രൂപ്പും സബ് റിങ്ങും അങ്ങനെ പറയുന്നത് പോലെ തന്നെ ഫീൽഡിനും ഒരു സബ് ഫീൽഡ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്ന ഡെഫിനിഷൻ തന്നെയാണ്. ഇപ്പോൾ കെ എന്ന് പറയുന്നത് എഫിന്റെ ഒരു സബ്സെറ്റ് ആണ്. എഫ് ഒരു ഫീൽഡ് ആണ്. അണ്ടർ സെയിം ഓപ്പറേഷൻ കെ ഒരു ഫീൽഡ് ആണെങ്കിൽ നമ്മൾ സബ് ഫീൽഡ് എന്ന് പറയും. ഇനി നമ്മളിവിടെ പറയുന്നത് ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്പർ ഓഫ് സബ് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ളത്. The number of subfield of a finite field in the case ആണ് നമ്മളോട് പറയുന്നത്. The number of subfield of a field with p power n elements is equal to number of devices of, അതായത് പവറിന്റെ നമ്പർ ഓഫ് ഡിവൈസസിനോട് ഈക്വൽ ആയിരിക്കും ആ ഫീൽഡിന്റെ നമ്പർ ഓഫ് സബ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് പ്രോപ്പർ സബ് ഫീൽഡ് ആണ് നമ്മളോട് ചോദിച്ചെങ്കിൽ d of n മൈനസ്, അതായത് പ്രോപ്പർ എന്ന് പറയുമ്പോൾ
ആ ഫീൽഡിനെ നമ്മൾ ഒഴിവാക്കണമല്ലോ, എഫിനെ തന്നെ ഒഴിവാക്കണം. എഫിൻ്റെ ആണ് നമ്മൾ സബ് ഫീൽഡ് ആണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ പ്രോപ്പർ ആണെങ്കിൽ എഫിനെ ഒഴിവാക്കണം. അപ്പോൾ ഡി ഓഫ് എന്നിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ് ഫീൽഡ് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ പി എന്താവണം? പ്രൈം ആവണം. ഇതിൽ പ്രൈം ആയിട്ടുള്ള ആരാണ്? സെറ്റ് 4 അല്ല, സെറ്റ് 5, സെറ്റ് 6 അല്ല, സെറ്റ് 10 അല്ല, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്പർ ഓഫ് സബ് ഫീൽഡ് ഓഫ് എ ഫീൽഡ് വിത്ത് 2⁸ എലമെൻറ്റ്സ്. അതെന്തിനോട് ഈക്വലാ? നമ്പർ ഓഫ് സബ് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞനുസരിച്ചിട്ട് 8ൻ്റെ ഡിവൈസസിനോട് ഈക്വലാ. 8ൻ്റെ ഡിവൈസസ് കാണാൻ വേണ്ടി 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, 2⁵. ഓക്കെ, അത് റിസൾട്ട് ഞാനിവിടെ ആഡ് ചെയ്തില്ല. P1 പവർ N1, P2 പവർ N2 എക്സെട്ര PR പവർ NR ആണെങ്കിൽ നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് N എന്ന് പറയുന്നത് പവേഴ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, NR + 1 ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ ഇതിൻ്റെ പവർ ഏതാ? 3 ആണ്. 2ൻ്റെ പവർ 3 ആണ്. 3യുടെ കൂടെ 1 ആഡ് ചെയ്യുക, അതായത് 4 വരും. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ 8ൻ്റെ ഡിവൈസസ് ഏതൊക്കെ? 1 വരും, 2 വരും, 4 വരും, 8 വരും. ഇത്രയാണ് 8ൻ്റെ ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് 4 ആണ്. അപ്പോൾ നമ്മൾ ഫീൽഡ് പഠിച്ചപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഈ എന്തൊക്കെയാണ്? എല്ലാ ഇൻ്റഗ്രൽ ഡൊമൈൻസും എന്താണ്? ഫീൽഡാണ്. ആണോ? അല്ല, അല്ലേ? എല്ലാ ഇൻ്റഗ്രൽ ഡൊമൈൻസും ഫീൽഡ് ആവില്ല. എല്ലാ ഫീൽഡുകളും ഇൻ്റഗ്രൽ ഡൊമൈൻ ആകും. എല്ലാ ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻസും ഫീൽഡ് ആകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ഇനി പറയാനുള്ളൊരു കാര്യം, ഇപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. റിങ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. റിങ്, കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി, പിന്നെ യൂണിറ്റ്സ് എങ്ങനെ? സെഡനിലെ യൂണിറ്റ്സും സെഡനിലെ 0 ഡിവൈസസും, പിന്നെ ഇൻ്റഗ്രൽ ഡൊമൈൻ്റെ കേസ്, ഫീൽഡിൻ്റെ കേസ്, സ്ക്യൂ ഫീൽഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു റെക്കോർഡഡ് ക്ലാസ് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിനകത്ത് കുറച്ചുകൂടി നമ്മുടെ PYQs, VHSCയിലെയും അതുപോലെ തന്നെ HSSTയിലെയും PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ, ഒരു റെക്കോർഡഡ് വേർഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതിൽ എക്സ്ട്രാ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിനെ പറ്റി ആർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ബാച്ച് റണ്ണിങ് ആണ് HSSTയുടെ. കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷന് വേണ്ടിയിട്ട്. അക്കാഡമിയുടെ ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കും ഡൗട്ടില്ലേ? ഡൗട്ടൊന്നുമില്ല? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോട്ട്സ് ഗ്രൂപ്പിലേക്ക് നമുക്ക് വാട്സപ്പ് ചാനലാണല്ലോ, അപ്പോൾ അതിലേക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.